ഹലോ ഫ്രണ്ട്സ്, മോഹൻലാൽ വീണ്ടും അമൽ നീരദും ലിജോ ജോസ് പല്ലിശ്ശേരിയുമായി കൈകോർക്കുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത്. അമൽ നീരദിന്റെയും ലിജോ ജോസ് പല്ലിശ്ശേരിയുടെയും ചിത്രങ്ങളിൽ വീണ്ടും മോഹൻലാൽ കൈകോർക്കുന്നു. ആശീർവാദ് സിനിമാസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. അമൽ നീരദ്, ലിജോ ജോസ് പല്ലിശ്ശേരി എന്നിവരുടെ ഉൾപ്പെടുന്ന 4 ചിത്രങ്ങളുടെ അണിയറയിലാണ് ആശീർവാദ് സിനിമാസ്. മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാനാണ് ആശീർവാദ് സിനിമാസിന്റെ മറ്റൊരു ചിത്രം. മാർച്ച് 27-ന് എമ്പുരാൻ റിലീസ് ചെയ്യും. മോഹൻലാൽ, ശോഭന എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്നാണ് ആശീർവാദിന്റെ മറ്റൊരു ചിത്രം. രണ്ടാം തവണയാണ് മോഹൻലാൽ അമൽ നീരദിന്റെയും ലിജോ ജോസ് പല്ലിശ്ശേരിയുടെയും ചിത്രങ്ങളിൽ അഭിനയിക്കാൻ തയ്യാറെടുക്കുന്നത്. സാഗർ എലിയാസ് ജാക്കി റീലോഡഡ് എന്ന ചിത്രത്തിലാണ് മോഹൻലാലും അമൽ നീരദും ആദ്യമായി ഒരുമിച്ചത്. ഒരു മാസ് ചിത്രത്തിനു വേണ്ടി മോഹൻലാലും അമൽ നീരദും വീണ്ടും ഒരുമിക്കുന്നു എന്നാണ് വിവരം. ചിത്രം 2026-ലാകും തിയേറ്ററുകളിലെത്തുക എന്നാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. മലൈക്കോട്ട വാലിബൻ എന്ന ചിത്രത്തിലാണ് മോഹൻലാലും ലിജോ ജോസ് പല്ലിശ്ശേരിയും ഒരുമിച്ചത്. എന്നാൽ ബോക്സ് ഓഫീസിൽ ചിത്രത്തിന് വേണ്ടത്ര ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. എന്നാലും മലൈക്കോട്ട വാലിബനും ഒരുപാട് പ്രേക്ഷകർ നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു. മലൈക്കോട്ട വാലിബന് ശേഷം ലിജോ ജോസ് സിനിമ സംവിധാനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യ ചിത്രത്തിലുള്ള പോരായ്മകളൊക്കെ നികത്തി മികച്ച ചിത്രമായിരിക്കും ലിജോ ജോസ് അണിയറയിൽ ഒരുക്കുന്നത്. കുഞ്ചാക്കോ ബോബൻ, ജ്യോതിർമിയ, ഫഹദ് ഫാസിൽ എന്നിവർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ബോഗൺവില്ലയാണ് അമൽ നീരദ് അവസാനമായി ചിത്രീകരിച്ച ചിത്രം. ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായില്ലെങ്കിലും ചിത്രം ശ്രദ്ധിക്കപ്പെട്ടു. ഭീഷ്മപർവയ്ക്ക് ശേഷം മമ്മൂട്ടിയുമായി വീണ്ടും അമൽ നീരദ് കൈകോർക്കുന്നുണ്ട് എന്ന വാർത്തയും പ്രചരിക്കുന്നുണ്ട്. അതിൽ തമിഴ് നടൻ സൂര്യയും ഫഹദ് ഫാസിലും ഒരു പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ടെന്നും വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ അമൽ നീരദ് അടുത്ത ചിത്രം ഏതായിരിക്കുമെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മോഹൻലാൽ ആരാധകരും മമ്മൂട്ടി ആരാധകരും ആകാംക്ഷയിലാണ്. ഒരുപക്ഷെ ബിലാലാകുമോ അമൽ നീരദിന്റെ അടുത്ത ചിത്രം എന്ന് പോലും ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും അമൽ നീരദ് മോഹൻലാലുമായി മമ്മൂട്ടിയുമായി വന്നാലും അത് ഇൻഡസ്ട്രിയിൽ വൻ ഹിറ്റാകും എന്നതിൽ ഒരു സംശയവുമില്ല. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെയും അമൽ നീരദിന്റെയും മോഹൻലാൽ സിനിമകളുടെ ഷൂട്ടിംഗ് ഈ വർഷം തന്നെ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ റിലീസ് 2026-ലാകും. 25 വർഷം പിന്നിടുന്ന ആശീർവാദ് സിനിമാസിന്റെ അടുത്ത പ്രൊജക്ട് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വമാണ്. ചിത്രത്തിൽ നായികയായി എത്തുന്നത് മാളവിക മോഹനനാണ്. ബേസിൽ ജോസഫും ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട്. സത്യൻ അന്തിക്കാടിന്റെ മകൻ അഖിൽ സത്യന്റേതാണ് കഥ. നവാഗതനായ TP സോനുവാണ് തിരക്കഥയും സംഭാഷണവും. അനു മുത്തേടത്ത് ഛായാഗ്രഹണം നിർവഹിക്കുന്നു. ജസ്റ്റിൻ പ്രഭാകരനാണ് സംഗീത സംവിധാനം. ഈ വർഷം ആരംഭിക്കുന്ന മോഹൻലാലിന്റെ മറ്റൊരു മെഗാ മൂവി രോമാഞ്ചം, ആവേശം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ജിത്തു മാധവൻ ഒരുക്കുന്ന ചിത്രമാണ്. ചിത്രം ഗോകുലം ഗോപാലനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചിത്രം പ്രഖ്യാപിച്ചതു മുതൽ മോഹൻലാൽ ആരാധകർ ആവേശത്തിലാണ്. ഒരുപക്ഷെ രംഗണ്ണനും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രമാകുമോ എന്നുവരെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് മോഹൻലാൽ ആരാധകർ. ഈ വർഷം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു മോഹൻലാൽ ചിത്രമാണ് ആവാസവ്യൂഹം, പുരുഷപ്രേതം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം കൃഷാന്ത് ഒരുക്കുന്ന മോഹൻലാൽ ചിത്രം. മറ്റു സിനിമകളും മോഹൻലാലിൻ്റെതായി വരുന്നുണ്ട്. മോഹൻലാൽ ഇപ്പോൾ കൂടുതലായും പ്രാധാന്യം നൽകുന്നത് യുവ സംവിധായകരോടുമൊത്തുള്ള സിനിമകൾക്കാണ്. എന്തായാലും ഈ സിനിമകളോടൊക്കെ ഒഫീഷ്യലായുള്ള അനൗൺസ്മെന്റിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.